ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സനി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മേക്കപ്പ് വീഡിയോ ആണ്. നമുക്കിത് ഈ ഒരു മേക്കപ്പ് പറയുന്നത് നമുക്ക് ഗസ്റ്റ് ലുക്കായിട്ട് യൂസ് ചെയ്യാം. ഈവൻ നമ്മുടെ എൻഗേജ്മെൻറ്റ് പോലത്തെ കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷനൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞല്ല ഗ്രാൻഡായിട്ടുള്ള ഫംഗ്ഷനൊക്കെ, അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൊരു മേക്കപ്പാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഏതൊരു കുഞ്ഞ പരിപാടിക്കാണെങ്കിൽ പോലും എല്ലാവരും ഫസ്റ്റ് പ്രിഫർ ചെയ്യുക മേക്കപ്പാണ്. നമുക്ക് നന്നായിട്ട് മേക്കപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെ മേക്കപ്പാണ് ഇപ്പോൾ ബെസ്റ്റ്, ഫസ്റ്റ് നിൽക്കുന്നത്. എന്നിട്ടാണ് ഡ്രസ്സ് നോക്കുന്നത് പലരും. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ എന്താ പറയുക, മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വെച്ചിട്ടൊന്നും മേക്കപ്പ് ചെയ്യാം എല്ലാവർക്കും ഇപ്പോൾ അഫോർഡബിൾ ആയിരിക്കില്ല. ചിലവർക്ക് അത് താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇന്നൊരു ചെറിയ ഫംഗ്ഷനൊക്കെ എന്തിനാ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ചിലപ്പോൾ ഫംഗ്ഷൻ അങ്ങനൊക്കെ ഉണ്ടല്ലോ, അങ്ങനൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ മേക്കപ്പ് അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ടോ. എന്താ സിമ്പിളാണ്, എന്നാൽ അത്യാവശ്യം നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പാണ്. അതും ചെറിയ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു HD മേക്കപ്പാണ് ഗൈസ്. ഞാനിപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി മേക്കപ്പ് തുടങ്ങാം. അതിന് മുന്നേ നമുക്ക് നമ്മുടെ മുടി ഒന്ന് ടൈ ചെയ്ത് വെക്കാം. എൻ്റെ ഫേസ് ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്, ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ. ദെൻ ഒരു ടോണർ അടിച്ചെടുക്കുകയാണ്. ഈ ടോണർ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഗായ്സ്, ഇത് ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ കഴിഞ്ഞു. അപ്പോൾ ഉള്ള ആ ട്യൂബ് ഞാൻ വടിച്ചെടുത്താണ്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാവേ. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫൗണ്ടേഷൻ നമുക്ക് ചില സ്ഥലങ്ങളിൽ നമ്മൾ വേർക്കൂലേ, അപ്പോൾ ഫൗണ്ടേഷൻ ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൗഡർ എടുത്ത് സെറ്റാക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് കോമ്പാക്റ്റ് പൗഡറാണുള്ളത്, ഒരു കോമ്പാക്റ്റ് പൗഡർ വെച്ചിട്ടുണ്ടെങ്കിൽ ലൂസ് പൗഡറോ കോമ്പാക്റ്റ് പൗഡറോ ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഫൗണ്ടേഷൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഐബ്രോ ചെയ്യട്ടോ. ഐബ്രോ എന്ന് പറയുന്നത് ചിലവർ ഐബ്രോ ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ എന്താ പറയുക, ചിലർക്ക് ഇഷ്ടമല്ല ഐബ്രോ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ ഫൗണ്ടേഷനൊക്കെ ഇട്ട് സെറ്റാക്കുമ്പോൾ ഐബ്രോ കൂടി ചെയ്താലേ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ. കാരണം അല്ലെങ്കിൽ ഈ ഐബ്രോമ നമ്മൾ എത്ര നോക്കിയാലും ഐബ്രോമ ചെറിയൊരു ഈ ഫൗണ്ടേഷൻ്റെയും പൗഡറിൻ്റെ ഒക്കെ ഒരു ചെറിയ പൊടി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഐബ്രോ ഒന്നും കൂടി ചെറുതാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വലുതായിട്ട് വരയ്ക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയ്ഡെങ്കിലും ചെയ്ത് കൊടുക്കാം. ഐബ്രോ പെൻസിൽ ഉണ്ടാവും 59 അങ്ങനെയൊക്കെയുള്ളൂ. നല്ല ബ്രാൻഡ് ലാക്മേഡ് എന്നൊക്കെ ഉണ്ട് തോന്നുന്നു ഐബ്രോ പെൻസിൽ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഡാർക്ക് ബ്രൗൺ മേടിക്കുക, ബ്ലാക്ക് വാങ്ങിക്കാതിരിക്കുക. ബ്ലാക്ക് എനിക്ക് ഒന്നൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് തന്നെയാണ് ബ്ലാക്ക്. ഈവൻ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് ബ്ലാക്ക് അല്ല രസം, ഡാർക്ക് ബ്രൗൺ ആണ് രസം. ഞാനിപ്പോൾ ഈ ബ്രിക്കാട്ടോ യൂസ് ചെയ്യണത്. ഒരുപാടൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യാൻ മാത്രമാണ്. എനിക്ക് അത്യാവശ്യം നല്ലല്ല കുഴപ്പമില്ലാത്തൊരു ബ്രിക്കാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ പൊഴിഞ്ഞോടത്ത് മാത്രം ഒന്ന് ഷേപ്പ് ചെയ്യുന്നുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രൗൺ ഷർട്ട്, ഡാർക്ക് ബ്രൗൺ ജസ്റ്റ് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഐബ്രോയുടെ പണി കഴിഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്നത് കണ്ണാണ്. കണ്ണ് നിങ്ങൾക്ക് ഐഷാഡോ ഇഷ്ടമാണെങ്കിൽ ഐഷാഡോ യൂസ് ചെയ്യാം. ഐഷാഡോ പാലറ്റിനൊക്കെ വളരെ തുച്ഛമായ വിലയുള്ളൂ. ഈ ഒരു ഷെയ്ഡ് ക്രീസിലും ഈ ഒരു ഷെയ്ഡിൽ ലിഡിലും കൊടുക്കാൻ പോവാണ്. ഒരു ന്യൂഡ് ഷെയ്ഡ് ക്രീസിലും ദെൻ ലിഡിൽ ഞാൻ ഗ്ലിറ്ററി ഷെയ്ഡ് ആട്ടോ. കണ്ണെഴുതണം, ജസ്റ്റ് ഐലാഷസ് വരയ്ക്കണം. ഐലാഷസ് നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഐലാഷസ് വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ. ഞാൻ വെക്കുന്നില്ല, നിങ്ങൾക്ക് വെക്കണമെങ്കിൽ വെക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഗൈസ്. ഞാൻ വെക്കുന്നില്ല. ചിലർക്ക് ആർട്ടിഫിഷ്യൽ ഐലാഷസ് വെച്ചാൽ ചിലർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും. കാരണം നമ്മൾ പുതിയ സാധനം നമ്മുടെ കണ്ണുമ്പോൾ വെച്ചാൽ നമുക്ക് എന്തൊരു ഭയങ്കര വെയിറ്റ് വെച്ച പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ അത് വെച്ചാൽ ഭംഗിയാണ്. അങ്ങനെ ആ ഒരു വെയിറ്റ് വെച്ച ഫീല് വേണ്ടാത്തവർക്ക് കേളയാം. എങ്ങനെ ആ കേളറുണ്ടാവും. അല്ലെങ്കിൽ മസ്കാര 2, 3, 4 കോട്ട് മസ്കാര കൊടുത്താൽ സെറ്റാണ് ഗൈസ്. കണ്ണെഴുതുമ്പോൾ ഞാൻ പറയാം, ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് തന്നെ കണ്ണെഴുതിയാൽ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഈ ബ്രിക്കിൽ ഒരു ഐബ്രോയ്ക്ക് എടുത്ത ഷെയ്ഡ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. കണ്ണ് എടുക്കുന്നത് കേട്ടോ. കണ്ണിൻ്റെ ഉള്ളിൽ എഴുതുന്നില്ല, കണ്ണിൻ്റെ മുകളിലാണ് എഴുതുന്നത്. ഇങ്ങനത്തെ ഒരു പാർട്ടി വെയറൊക്കെ ആകുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ എഴുതുന്നത് അത്ര ഭംഗിയായില്ല, കണ്ണിൻ്റെ മുകളിൽ മാത്രം എഴുതിയാൽ മതി, അതാണ് ഭംഗി. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഒരു മസ്കാര ഇട്ടൊന്ന് നീട്ടി വരയ്ക്കാം ഗൈസ്.
അപ്പോൾ ഗൈസ് നമ്മുടെ കണ്ണിൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിനി നമ്മുടെ ഫേസിലുള്ള സംഭവങ്ങൾ എന്താ വെച്ചാൽ ഈ ഹൈലൈറ്ററും ഈ ഒരു ബ്ലഷും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലഷ് ഇടാം. ബ്ലഷ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഏറിപ്പോകാൻ ചാൻസ് ഉണ്ട്, ഭയങ്കര ബോറായിരിക്കും. കുറച്ചെടുക്കാം, തെറ്റ് കളയാം. എത്ര തെറ്റാലും ഇപ്പോൾ കുറേ ഉണ്ടാവും. ഫസ്റ്റ് തന്നെ നമ്മൾ മുഖത്തിടരുത്, ജസ്റ്റ് കൈമിടാം, എന്നിട്ട് മുഖത്തിടാം. ഐബ്രോൻ്റെ ഈ ഒരു എഡ്ജിലിട്ട് കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ പുരുക്കൊന്ന് ഇടുപ്പിൽ നിൽക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ലിപ്സ്റ്റിക്കാണ്. ഈ ഒരു ഡ്രസ്സിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു ഡാർക്ക് റെഡ് ആയിരിക്കും അല്ലേ ഭംഗി ഉണ്ടാവുക. അപ്പം നമുക്കിനി മുടി കെട്ടാം. മുടി ചിലവർക്ക് മുടി അയച്ചിട്ടുന്നതായിരിക്കും ഭംഗി കേട്ടോ. ഷോർട്ട് ഹെയർ ഒക്കെ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അങ്ങനല്ല, എനിക്കല്ല, ചിലവർക്ക് മുടി കെട്ടുന്നതായിരിക്കും രസം, ഭംഗി. കമ്മലും മാലയൊക്കെ ഇടാം. നെറ്റിച്ചൂട്ടി ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ, എൻ്റെ കയ്യിൽ അതില്ല. വള ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ, എൻ്റെ കയ്യിൽ അതില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. ഈ ലുക്കിന് ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നും കൂടി ഹെവി ഓർണമെന്റ്സ് ഒക്കെ ആഡ് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ള സ്റ്റോക്ക് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇറ്റ്സ് മീ സാനി.